അങ്ങനെ മലയാളം സിനിമ സീക്രട്ട് ഞാൻ കണ്ടു. ധ്യാൻ ശ്രീനിവാസനാണ് മുഖ്യ കഥാപാത്രം. ഈ പടത്തിന് സീക്രട്ട് എന്നുള്ള പേര് വെക്കാൻ കാരണമൊന്നും എനിക്ക് പിടിയും കിട്ടുന്നില്ല. കുറെ ആസ്ട്രോളജിയെ കുറിച്ച് പറയുന്നുണ്ട്, ഭാവി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരാൾ വേറെ രീതിയിൽ പറയുന്നു, ഒരാൾ വേറെ രീതിയിൽ പറയുന്നു. നാഡീശാസ്ത്രം, എൻ്റെ പൊന്നോ. എൻ സ്വാമിയാണ് എഴുതി സംവിധാനം ചെയ്തത്. സിനിമാറ്റോഗ്രാഫി ജാക്സൺ ജോൺസൺ. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ധ്യാൻ എന്താ പറ്റിയെന്ന്. ചെയ്യുന്ന പടങ്ങളെല്ലാം ഫ്ലോപ്പാണെന്നുള്ളത്. സെലക്ഷൻ ആണെങ്കിലും വളരെ മോശം. എങ്ങനെ ഈ പടം എഴുതിയെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എൻ്റെ ദൈവമേ, മണ്ടത്തരങ്ങളും മാത്രമേ ഉള്ളൂ, മണ്ടത്തരങ്ങളും മാത്രം. ധ്യാനിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കാസ്റ്റിനെ കുറിച്ചൊന്ന് പറയാം. കാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ജേക്കബ് ഗ്രിഗറി, അവനാണെങ്കിൽ ലോക വെറുപ്പീരും ലോക ഉടായ്പും. ദുൽഖറിൻ്റെ അവൻ്റെ ആ ADCP പടം പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കഥയിൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അവനാണ്. വേറൊരു കഥാപാത്രമാണ് അപർണദാസും ജേക്കബ് ഗ്രിഗറിയും ധ്യാൻ ശ്രീനിവാസൻ, അവരാണ് ഫ്രണ്ട്സ്. അവരൊരു മന്ത്രവാദി എടുത്തു വന്നു. മന്ത്രവാദി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സീരിയൽ ആക്ടർ ഉണ്ടല്ലോ, അയാളുടെ പേരും എനിക്ക് പിടികിട്ടുന്നില്ല. അയാൾ ധ്യാൻ ശ്രീനിവാസന്റെ ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്യുന്നു, ഫ്യൂച്ചർ ഭാര്യയെക്കുറിച്ച് പറയുന്നു. എന്തൊക്കെയാണോ എൻ്റെ പൊന്നോ. ഡയലോഗ് കുറച്ചും കൂടെ നന്നാക്കായിരുന്നു. ഡയലോഗ് ഡെലിവറി ഒക്കെ വളരെ മോശം. രഞ്ജി പണിക്കർ സാറിനെ പ്രേമത്തിൽ കൊണ്ടുവന്ന പോലെ ഇതിലൊന്ന് കൊണ്ടുവരാൻ നോക്കി. എന്നിട്ട് 1-2 ഡയലോഗ് ഒക്കെ അടിച്ച് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഡയലോഗ് അടിച്ചിട്ട് പോയത്. എൻ്റെ പൊന്നോ, പെറ്റ തള്ള സഹിക്കത്തില്ല. അതല്ലാതെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന തെലുങ്കിലൊരു നടനുണ്ടല്ലോ, ആളെയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ആളെ എന്ത് പറഞ്ഞിട്ടാണോ പറ്റിച്ചേക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല. പിന്നെ ഈ പടത്തിനകത്ത് മുഖ്യ കഥാപാത്രമാണ് നമ്മുടെ രഞ്ജിത്ത് സാർ. രഞ്ജിത്തേട്ടൻ്റെ പടങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ കോരി തിരിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു സബ്ജക്റ്റും ഇങ്ങനൊരു മണ്ടത്തരങ്ങളും രഞ്ജിത്തേട്ടനോട് വന്ന് പറയുമ്പം പോലും രഞ്ജിത്തേട്ടന് തോന്നിയിട്ടില്ല ദൈവമേ എന്നാ ലോക മണ്ടത്തരമാണെന്ന്. പിന്നെ മ്യൂസിക് ആണെങ്കിൽ ജേക്സ് ബിജോയുടെ ചില നല്ല വർക്കുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൽ എന്തുകൂടെ ചെയ്തു വെച്ചേക്കുന്നത്. അയ്യോ, പെറ്റ തള്ള സഹിക്കത്തില്ലല്ലോ. കുറെ VFXും കുറെ ആക്സിഡന്റ് സീൻസും ഒക്കെ കാണിക്കുന്നുണ്ട്. അയ്യോ, അപ്പോൾ ഒരു രക്ഷയില്ല. പിന്നെ നടിക്ക് സത്യം പറഞ്ഞാൽ അഭിനയിക്കാനേ അറിഞ്ഞൂടാ. അങ്ങോട്ട് കൊടുത്ത് അഭിനയിപ്പിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ക്വാളിറ്റി ഇല്ലാത്ത അഭിനയമായിപ്പോയി, ഒരു ക്വാളിറ്റി ഇല്ലാത്ത. പിന്നെ നമ്മുടെ ധ്യാൻ ബ്രോ, ഞാൻ ബോഡി ഷെയിം ചെയ്യുമല്ലോ, പക്ഷേ നടക്കാൻ വയ്യ കേട്ടോ പാവത്തിന്, ഒട്ടും നടക്കാൻ വയ്യ. എടുത്ത് വെള്ളത്തിൽ ചാടുന്ന ഒരു സീനുണ്ട്, ഒരാളെ രക്ഷപ്പെടുത്താൻ. നീന്താ അറിയാതെ പോയി വെള്ളത്തിൽ ചാടുന്നതും ആളെ രക്ഷപ്പെടുത്താൻ പോകുന്നതും. എൻ്റെ പൊന്നോ, എല്ലാം വധം, ഫുള്ള് പടം വധം. ചില സീൻസ് ഒക്കെ ഞാൻ തേച്ചൊട്ടിക്കാൻ തോന്നും നമ്മൾ ഇതിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സിനെയും. സ്പെഷ്യലി ആ ഗ്രിഗറിയെ പറഞ്ഞു വരുമ്പോൾ ചേട്ടൻ്റെ കാശ് വെള്ളത്തിൽ മേകയാവും. 8 നില പൊട്ടുന്ന കൂറപ്പടം. അപ്പോൾ 5 നമ്മൾ മൈനസ് കൊടുക്കാൻ പറ്റത്തില്ല, എന്നാലും നമുക്കൊരു 1 കൊടുക്കാം. സീക്രട്ടായിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അടുത്ത റിവ്യൂ വരുന്നവരെ ടേക്ക് കെയർ, ബൈ.